പ്രൈസ് ദി ലോർഡ്. നമ്മളോട് പല ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ എന്തിനാണിങ്ങനെ നിങ്ങൾ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളോട് ഉറപ്പായിട്ടും പറയും, എന്തിനാണ് എല്ലാ ആഴ്ച കുമ്പസാരിക്കുന്നത്, മാസം ഒന്ന് കുമ്പസാരിച്ചാൽ പോരെ, ഒരു 2 മാസം കൂടെ കുമ്പസാരിച്ചാൽ പോരെ, നമ്മൾ എല്ലാ ആഴ്ചയിലൊക്കെ പോയി കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുവേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമേ, നമ്മൾ ഈശോയെ വളരെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കണം. ഇനിയിപ്പോൾ അതായത് നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പാപബോധം ഫീൽ ചെയ്യുമ്പോൾ, ഒരു പാപബോധം ഉണ്ടാകുമ്പോൾ പോയി കുമ്പസാരിക്കണം. ആഴ്ചക്കണക്ക് നോക്കണ്ട, എപ്പോൾ തോന്നുന്നു അപ്പോൾ പോയി കുമ്പസാരിക്കണം. ഒരാഴ്ചക്ക് അപ്പുറം പോകരുത്. അത് നമുക്ക് ശരിക്കും ആത്മീയജീവനെ പുരോഗതി പ്രാപിക്കാൻ അത് സഹായിക്കും. ഞാനിതിൻ്റെ റെഫറൻസ് എടുക്കുന്നത് CCC എന്നാണ്. CCC 1458. CCC 1458 പറയുവാണ്, ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുവാൻ സഭ താത്പര്യപൂർവ്വം ഉപദേശിക്കുന്നു. ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്ഥിരമായി കുമ്പസാരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്താൻ സഹായിക്കും. ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്ഥിരമായി കുമ്പസാരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്താൻ സഹായിക്കും. നമ്മളിങ്ങനെ ലഘുപാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി രൂപപ്പെടും. നല്ലൊരു മനസ്സാക്ഷി ഫോം ചെയ്യപ്പെടും. തിന്മ നിറഞ്ഞ പ്രവണതകളോട് പൊരുതാനും ക്രിസ്തു നമ്മെ സുഖപ്പെടുത്താൻ അനുവദിക്കുവാനും ആത്മീയ ജീവന് പുരോഗതി പ്രാപിക്കുവാനും അത് സഹായകമാകും. ഏതൊക്കെ കാര്യങ്ങളാണ്? തിന്മ നിറഞ്ഞ പ്രവണതകളോട് പൊരുതാനും. നമ്മുടെ ഉള്ളിൽ തിന്മകളാണ്, ഒരുപാട് തിന്മകളുണ്ട്. പക്ഷെ ഓരോ കുഞ്ഞു കുഞ്ഞു തിന്മകൾ നമ്മൾ ഏറ്റുപറയുമ്പം വലിയ വലിയ തിന്മകളിലേക്കുള്ള ഒരു ഡോറ് അടയപ്പെടുക ചെയ്യുന്നത്. തിന്മ നിറഞ്ഞ പ്രവണതകൾ പൊരുതാനും ഓരോ കുഞ്ഞു തിന്മ ഏറ്റുപറയുന്നതനുസരിച്ച് നമുക്ക് വലിയ തിന്മകളോട് പൊരുതാനുള്ള ഓരോ തിന്മകളോട് പൊരുതാനുള്ള ശക്തി കിട്ടും. വലിയ തിന്മകൾ അടയപ്പെടും. കുഞ്ഞു താങ്കൾ അപ്പം തന്നെ കളയുമ്പോഴേക്ക് വലിയ തിന്മകൾ അടയപ്പെടും, നമ്മൾ സേവ് ആക്കപ്പെടും. തിന്മ നിറഞ്ഞ പ്രവണതകൾ പൊരുതാനും ക്രിസ്തു നമ്മെ സുഖപ്പെടുത്താൻ അനുവദിക്കാനും. ഈശോയെ അനുവദിച്ചാൽ മാത്രമേ ഈശോ നമ്മൾ സുഖപ്പെടുത്തത്തുള്ളൂ. കുമ്പസാരിച്ചാൽ മാത്രമേ ഈശോയ്ക്ക് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തു നമ്മെ സുഖപ്പെടുത്താൻ അനുവദിക്കാനും ആത്മീയ ജീവനിൽ പുരോഗതി പ്രാപിക്കാനും അത് സഹായകമാകും. അതായത് നമ്മൾ ഈശോയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ അടിക്കടി കുമ്പസാരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അടിക്കടി കുമ്പസാരിക്കണം. ഓരോ ആഴ്ചയിലും കുമ്പസാരിക്കണം. ഓരോ കുഞ്ഞു കുഞ്ഞു പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കുഞ്ഞു പാപങ്ങളിലും ഇങ്ങനെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈശോയിലേക്ക് ശരിക്കും വിശുദ്ധിയിൽ ജീവിക്കാനുള്ളൊരു ശക്തി കിട്ടും. ഓരോ കാര്യങ്ങൾ ഏറ്റുപറയാൻ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ പറ്റും, ശക്തമായിട്ട് വളരാൻ പറ്റും. എല്ലാ ആഴ്ചയിലും ഈ മാർപ്പാപ്പന്മാരൊക്കെ എല്ലാ ദിവസവും കുമ്പസാരിക്കുന്ന മാർപ്പാപ്പന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ കുമ്പസാരത്തെ അത്രയും ഗിഫ്റ്റഡ് ആയിട്ട് എടുത്ത് നമ്മളത് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈശോയിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് വളരാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു കാര്യം ഉള്ളിൽ CCC 1458 നമുക്കിങ്ങനെ ഉണ്ടാവട്ടെ. പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ വിശ്വസ്തൻ നീതിമാനമാകിയാൽ അവൻ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളെയും ശുദ്ധീകരിക്കുകയും ചെയ്യും. ആമേൻ.